നമസ്കാരം സാർ, ഞാൻ ത്രിമധുരം കുടുംബത്തിലെ ഒരു അംഗമാണ്. എൻ്റെ ഒരു കുഞ്ഞ് അനുഭവം പറഞ്ഞതിലൂടെ എനിക്ക് ഭഗവാന്റെ ഈ ഗ്രൂപ്പിൽ അംഗമാകാൻ മഹാഭാഗ്യം ലഭിച്ചു. ഇന്ന് ഞാൻ എൻ്റെ മോൾക്കുണ്ടായ ഒരു കുഞ്ഞ് അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മോളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ 7 മാസം തുടങ്ങി. ഇന്നലെ അവൾക്ക് ചെക്കപ്പിൻ്റെ ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് വൈകിട്ടാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയത്. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് അവൾ എന്നെ വിളിച്ചു, അമ്മേ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇന്ന് എന്തോ മനസ്സിൽ പേടി തോന്നുന്നു, മനസ്സിനാകെ ഒരു വിഷമം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളൊന്നും പേടിക്കണ്ട, ഭഗവാനെ സ്മരിച്ചു തന്നെ ഇരിക്കുക, എല്ലാ സമയത്തും നാമം ജപിക്കുക, പോകുന്ന സമയത്ത് നവനീത കണ്ണന്റെ ഫോട്ടോ അതും കൊണ്ടുപോവുക, കണ്ണനോട് കൂടെ വരാനും പറയുക. അതെല്ലാം പറഞ്ഞ് മോളെ ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മോള് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു, അമ്മയുടെ കണ്ണൻ ആളൊരു സംഭവം തന്നെയാണ്, ഇന്നൊരു സംഭവം ഉണ്ടായി, അമ്മയെ ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു പ്രായമായ അമ്മ വന്നിട്ട് ഇവൾക്ക് ഒരു കവർ നൽകി. ആ അമ്മ ഇസ്കോൺ അമ്പലത്തിലെ ഭക്തയാണ്. ആ അമ്മ പറഞ്ഞു, ഇന്ന് കണ്ണന്റെ ജന്മാഷ്ടമിയല്ലേ, ഇത് കണ്ണന്റെ പ്രസാദമാണ്, സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. അവൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. തുറന്നു നോക്കിയപ്പോൾ കണ്ടത് അവളെ അതിശയിപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ ലഡ്ഡു ഗോപാലകൃഷ്ണനില്ലേ, ആ കണ്ണനെ അണിയിക്കുവാനുള്ള പുതിയ ഡ്രസ്സാണ്, പിന്നെ പ്രസാദവും. അവൾക്ക് അതിശയം എന്താണെന്ന് വെച്ചാൽ മോളുടെ വീട്ടിൽ ഒരു ചെറിയ ലഡ്ഡു ഗോപാലനുണ്ട്. മിനിഞ്ഞാന്ന് മോള് ഓൺലൈൻ വഴി ലഡ്ഡു ഗോപാലിനെ ധരിപ്പിക്കാൻ പുതിയ ഉടുപ്പ് വാങ്ങിയിരുന്നു. പക്ഷേ ഓർഡർ ചെയ്ത സാധനം വീട്ടിൽ വന്നപ്പോൾ ഉടുപ്പ് കണ്ണനെ ചാർത്താൻ പറ്റില്ല, അത്രയും വലുതായിരുന്നു. അങ്ങനെയായപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്തെ തീരുമാനിച്ചിട്ടാണ് പോയത്. വരാൻ നേരത്ത് അവിടെ കടയിൽ നിന്ന് 2 ഗോപാലിനെ അണിയിക്കാനുള്ള ഉടുപ്പും വാങ്ങിയിട്ട് വരാമെന്ന്. ഇത് കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണ് എന്ന്. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ ലഡ്ഡു ഗോപാലിനെ പുതിയ ഉടുപ്പ് അണിയിച്ചു. മോൾക്ക് ഭയങ്കര സന്തോഷമായി. ടെൻഷൻ അടിച്ച് വിഷമിച്ചു പോയ ആള് തിരിച്ചു വന്നപ്പോൾ വളരെ ഹാപ്പിയായി. ഞാൻ അവളോട് പറഞ്ഞ്, ഇത് കണ്ണൻ നിന്നോട് പറഞ്ഞതാണ്, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് കാണിക്കാനുള്ള അടയാളം കാണിച്ചു കൊടുത്തതാണ് എന്ന് പറഞ്ഞു. ഞാനിത് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ സമയത്ത് ഇവിടെ ചെമ്പോത്ത് ഒച്ച വെക്കുന്നുണ്ട്. ഇത് ഒരു കുഞ്ഞനുഭവമാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര വലുതാണ്, കുറേ നീണ്ടുപോയി എന്നറിയാം, ഇതിനായി ക്ഷമ ചോദിക്കുന്നു സാർ. ഈ കുഞ്ഞനുഭവം എല്ലാവരിലും എത്തിക്കണേ. സാറിനും കുടുംബത്തിനും ഞങ്ങളുടെ പുതുവത്സരാശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കുഞ്ഞനുഭവമാണോ? നിങ്ങൾ കേൾക്കുന്നവരും അറിയാം, കുഞ്ഞനുഭവം അല്ല, ഇത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം അല്ലേ. എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. എത്ര ആളുകളുടെ, ഞാൻ പറയാറില്ല, ലോകത്ത് എത്രയോ ആളുകളുണ്ടായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ സഹോദരിയുടെ അടുത്ത് വന്നിട്ട് തന്നെ ഈ ലഡ്ഡു ഗോപാലിനെ അണിയിക്കാനുള്ള ആ ഉടുപ്പ് കൊടുക്കുക എന്ന് പറയുന്നത്, അവിടെ ഒരു സ്പാർക്ക് ഉണ്ടല്ലേ, ആ സ്പാർക്കിനെയാണ് നമ്മൾ 6th സെൻസ് എന്നൊക്കെ പറയുന്നത്. ഭഗവാൻ അങ്ങനെയാണ്, നമ്മളെ എപ്പോഴും അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാവരിലേക്ക് എത്തിക്കണം, നിർബന്ധമാണ്, ഒരു സംശയമില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ, നമ്മുടെ ഗ്രൂപ്പിലെ അമ്മയാണ്, ജോയിൻ ബട്ടണിലൂടെ വരാം, വേറെ ഒന്നും പറയാനില്ല.